ഫോൺ എടുത്തോ? മുഖത്ത് പൗഡറൊക്കെ ഇട്ടുണ്ട് പോകണ്ടേ? ഓക്കെ. സൂപ്പറാടി, നീ സൂപ്പറാ. താടി കറുപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ല. കറുപ്പിച്ച് ശരിയായില്ലെന്നല്ല, ചേട്ടായിക്ക് ചേരുന്നില്ല. ഞാനും കൂടെ ഒന്ന് പോട്ടെ. ചുമ്മാ ഒരു രസം. അങ്ങനെ മടിയൊന്നും താമസിക്കുന്നു. ഏതാണ് പാട്ട് പെയിന്റ് അടിച്ച് നിങ്ങളിത് വലിച്ചിട്ടായിരുന്നു. സസ്വടനായിരുന്നോ? സസുജി ഓയ് എന്താണ്? പതിയെ 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 പതിയെ. അമ്മ ടി വി ആയോന്ന്? ഇല്ല, ടി വി ആയില്ലടാ പൊന്നോ. ടി വി ആയില്ല. പോകണോ?
സ്റ്റോപ്പ്. ഞാൻ ഗൂഗിളിനോട് പറയുന്ന പോലെ സ്റ്റോപ്പ് എന്ന് പറയുന്ന പട്ടിയാണ്. ഇന്നലെ എങ്ങാണ്ട് നിങ്ങൾ എവിടെ എങ്ങോട്ട് പോയേക്കുമായിരുന്നല്ലോ ഇത് കണ്ട്. ആണോ? ആണോ? ഓണം അറിയില്ല എനിക്ക്. വീട്ടിലിരുന്ന് കയറിയപ്പോ 55 രൂപ പെങ്കച്ച് വിളിച്ചായിരുന്നു. അത് വിളിച്ചിട്ട് കഴിഞ്ഞപ്പോ താമസത്തിന് വേണ്ട. പിന്നെ ഞാൻ ഓർത്ത് പോയി കാരണം ഉറങ്ങാൻ. ഇടയ്ക്ക് നിങ്ങൾ ഇറങ്ങാത്ത ഇങ്ങോട്ട് സമയം കിട്ടുന്നില്ല. അങ്ങോട്ട് പോകാനല്ലോ. ഞങ്ങൾ പോയത്. ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇതാണ് അടുക്കള. ദൈവമേ, ഇതൊന്നും അതെങ്ങനെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരണം അങ്ങോട്ട്. എത്ര ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കൂടെ? ഇത് നമ്മൾ താഴത്തെ ആക്രിക്കടയിൽ മേടിച്ചത്. തൊട്ട് താഴെ ഇറങ്ങുന്ന ആക്രിക്കടല്ലേ? ഇതിപ്പോ 10-100 ഇല്ലേ? ഇത് ഓരോ അവിടെ വരുന്ന അനുസരിച്ച് നമ്മൾ മേടിക്കുവാ. നമ്മളിങ്ങനെ വരുന്നനുസരിച്ച് സംഭവം മേടിക്കും. അല്ല, ഇത് എന്നാന്നറിയോ, ഇത് അല്ലാണ്ട് കുറെ സംഭവം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ആയി കഴിയുമ്പോ സംഭവം ഇട്ട് ഇവിടെ നനയും. ഇങ്ങോട്ട് അങ്ങനെ വലിയില്ല. പിന്നെ ചർച്ചില്ലടി. പിന്നെ എന്നിട്ട് ഇതെന്തോ സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിന് പോയൊക്കെ ഇവിടെ എന്തോ ഒട്ടിച്ച് റൂമായിട്ട് ഇരിക്കാൻ. എവിടെ അത് പോയി. 2 TV പോയി. അത് ഇവിടെ വന്നപ്പോഴേ വെച്ച് TV ഉണ്ടോന്ന്. TV ഇല്ലെന്നേ. ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാ ഇല്ലില്ല എനിക്ക് ഇല്ല. അതാ ഞാൻ ഓഫ് ചെയ്തത്. അല്ല, അതാ ഞാൻ ഓഫ് ചെയ്തേ. മോശമല്ലേ? വെള്ളം കയറിയതാ. അമ്പലത്തിന്റെ അകത്ത് ആണോ? ഏത് സാധാ പട്ടിയോ? അല്ല, ഇത് കൂട്ടി നാടനോ? നാടൻ പട്ടിയാണ്, പക്ഷെ നല്ല പട്ടിയത്. ആ പട്ടി തള്ള നല്ല കാണാൻ നല്ല മിടുക്കുന്നതല്ല. പട്ടിക്കുഞ്ഞിനെ കാണാം. ബാക്കി ആരണ്ട എല്ലാം എടുത്തോണ്ട് പോയാൻ തോന്നുന്നു. എടുത്തോണ്ടോ? ഓ, ഞാൻ അങ്ങോട്ട് പോവല്ലായിരുന്നു. അമ്മൂന് ഒരു കോളം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഡാഷിനെ കൊണ്ടുപോകാൻ പറഞ്ഞ അവര്. ആണോ? ഇവിടോട്ട് വന്ന് അമ്മ ഓടിക്കില്ലെന്ന് ഓർത്തുണ്ട്. അല്ലെങ്കിൽ കൊണ്ടുവന്നേ. അവിടെ വീട്ടില് ഡാഷ് ഉണ്ട്, അങ്ങനെ കൊണ്ടുപോകാൻ പറയാൻ. 2 പട്ടി ഉണ്ട് അവരുടെ വീട്ടില്. ഡാഷ് ഇന്ന് ചക്കപ്പഴമാണ്. ചക്കപ്പഴം വെച്ച് കൊടുത്തേക്കുവാ. പുള്ളി ചക്കപ്പഴം ഉണ്ടാവുക കിടുക അതിനെ കൊണ്ട് വെച്ച് കൊടുക്കുക. അത് ഇങ്ങനെ പിന്നെ ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ കൊള്ളുന്ന പറ്റിട്ടപ്പോ എടുത്താ. നമ്മുടെ ശമ്പു മുള്ളു കുത്തിയോ? എന്റെ പൊന്നിന്റെ കാലല്ലോ. എങ്ങനെ മുള്ളു കുത്തിയ? ചെരുപ്പിടാൻ അറിയത്തില്ല. നിന്റെ ഷൂ എന്തേ? നിന്റെ ഷൂ എന്തേ? തലപൊട്ടി. എങ്ങനെ തലപൊട്ടി? തല മുട്ടിയോ പൊട്ടിയോ? എവിടെ മോന്റെ കാല് മുള്ളു കുത്തിയേ? ഇന്നലെ ഓണം അല്ലേ, വിഷു ആയിരുന്നു. ആന്നു. ലവനൊക്കെ രാവിലെ കൊടുത്തു. ശിവാനി ഇനി വരത്തില്ല.
അവൻ ഇനി എപ്പോഴാണ് വരുന്നത് ആർക്കറിയാം. നാളെ വരത്തില്ല. നീ വെയിൽ കൊണ്ടു അതിനെന്നാ. കോഴി ഞാൻ കൂട്ടിയിട്ടു. കോഴി അലമ്പ്. ആ കോഴിയൊക്കെ അപ്പിയിട്ടു. കോഴി എവിടെയൊക്കെ അപ്പിടുന്നത് ആർക്കറിയാം. കൂട്ടിലാണ് കോഴി അപ്പിടുന്നത്. തേക്കാലോ എന്ത് അവിടെ കിടക്കും. ഞാൻ കുരുക്കി അഴിക്കണത്. അവൻ കൊടുത്തവനെ അഴിച്ചു വിടണ്ട. അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ശരിയാത്തില്ല. ഇറങ്ങിപ്പോ ഇത് ചാടുന്നേ. അതൊക്കെ അതെല്ലാം ആക്രിക്കടന്നാ. ആ ഈ ഇവിടെ താഴെ താഴെ ആക്രിക്കട അങ്ങോട്ട് ഇതെല്ലാം ഇവിടെ ഈ വീട് ഇത് ഫുള്ള് ഇതിനകത്ത് വീട് പകുതി കാര്യങ്ങൾ ആക്രിക്കടല്ലേ. എല്ലാം ആക്രിയ. ആ ടാങ്ക് എന്തെല്ലാം സാധനം ചെമ്പ് പാത്രങ്ങള് ഓട്ട് പാത്രം എല്ലാം ആക്രി. സിംബാ കണ്ടോ അമ്മ കാണിക്കുന്നുണ്ടോ? കണ്ടോ കാണിക്കുന്നുണ്ടോ? ഇത് പണിയിച്ച നീർമടം. എനിക്ക് ഉറക്കം വരുന്നു. ഓ അങ്ങനത്തെ പടിയൊന്നുമില്ല. ആ അവിടെ അവരുടെ അവിടെ അല്ലേ? അത് 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞു അവർക്ക്. അങ്ങോട്ട് അവള് പോയോ? എന്നിട്ട് അവർക്ക് അവര് പോയി. അല്ല അവള് പോയോ? അന്നേരം അവള് പറഞ്ഞു അല്ല ചേച്ചി ഒരു ദിവസം പോലും അവധി എടുക്കുന്നതല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ പോകുമ്പോ ഞാൻ വന്നാ പോരെ. ഞാൻ തിരിച്ചു വന്നപ്പോ അവൾ എന്നോട് കയറി പോകുന്നത്. ഞാൻ 56 വന്നിട്ട് ഇവിടെ പോകുന്നില്ലേ. അപ്പോൾ എന്നോട് കയറി 27 ഇറങ്ങി പോയി. ഞങ്ങൾ 8:45 വന്നു. 1 മണിക്കൂർ മതി അവിടെ നിന്ന്. പെരുന്നാടല്ലേ? പെരുന്നാട്. ആ അങ്ങനെയാണോ പോയത്? ഇങ്ങോട്ട് വന്നത്. ആ അങ്ങോട്ട് പോയതോ? അങ്ങോട്ട് പോയത് ഞാൻ പ്ലാച്ചേരി എന്ന് ആ വനത്തിനകത്തോടെ കയറി ലാഹെ ചെല്ലും. ലാഹുലി അങ്ങനെ ലാഹുലി ഭയങ്കര രസമാണ് വഴി. വനമേ ഞാൻ പോയിട്ടുണ്ട്. ആ അങ്ങോട്ടൊക്കെ ലാഹോട് വല്ലോ. പിന്നെ ഇവിടെ എസ്റ്റേറ്റാ ലാഹ എസ്റ്റേറ്റാ. ലാഹ എസ്റ്റേറ്റും ഡാമും മലയാർ ഡാമും. ഇത് പണ്ടത്തെ നമ്പറല്ലേ ഇപ്പഴും 1029? എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇറങ്ങിയപ്പോ തുടങ്ങാന്ന് തോന്നുന്നു. അണ്ണനാ ഫോൺ നമ്പറും ഇന്ന് വരെ മാറിയിട്ടില്ല. ആ 27-10-29 അല്ലേ? 27-10-29. ആ എല്ലാവരും സസുനെ വിളിച്ചിട്ട് സസു അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടനെയും വിളിച്ചിട്ട് ഇന്നലെ സബിത വിളിച്ചിട്ട് ഒരു വണ്ടി പറഞ്ഞു വിടാൻ പോയിട്ട് രാവിലെ ക്ഷമിക്കാൻ പറയട്ടെ. രണ്ടാമത് വിളിച്ചപ്പോ ആരുമില്ല. ടോമിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ ഇന്നലെ? ടോമിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ? രാവിലെ കള്ളോട്ട് കൊടുക്കാൻ പോയായിരുന്നു. ആ പിന്നെ നിനക്ക് ഇന്നില്ലായിരുന്നോ? അല്ല ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് 2 ദിവസം പോയിട്ട് മധുമണല്ലായിരുന്നു കൊണ്ടേ ഇടയ്ക്ക് പറയുന്നു. അത് പോവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോനാച്ചൻ 10 വർഷം പോലും കൂടിയാൽ തോന്നുന്നു. മോനാച്ചനെ അവർ മാറ്റി. അപ്പൊ ഞാൻ ആ പട്ടി വരയ്ക്കുമ്പോ ഈ പട്ടി വരയ്ക്കും. ഉണ്ടോ കോറസാ. ശരിയാ. അരുണ മുട്ടിക്കാനാ. ആ ഇതാവുമ്പോ വന്നിട്ടാണ് ഇന്നലത്തെ ആ പോക്ക് കൊണ്ട് ചൂടൊന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ പൊടിമറ്റത്ത് വീട്ടിൽ നിന്ന്. ഉണ്ണി പോയം കൊണ്ട് ചേച്ചാനെ ഉണ്ണിയുടെ വണ്ടിയെ കയറ്റി അങ്ങ് വിട്ട്.
അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ എന്നാൽ ഇടയ്ക്ക് കാലി ഓട്ടം വരുവാണെങ്കിലേ നടക്കാലോ എന്ന് ഓർത്തിട്ടിരുന്നിട്ട് എവിടെ കാലിയോട്ടം വരാം. ഞങ്ങൾ കുടിമറ്റം വരെ നടന്നു. എൻ്റെ ചെരുപ്പും പൊട്ടി, എൻ്റെ കാലും പൊട്ടി. അവിടെ വരെ നടന്നപ്പോഴത്തേക്ക് അമ്മ അത്രയും ദൂരമുണ്ടത്. നിരപ്പാണെന്ന് പറഞ്ഞാൽ ദൂരമാണ്. അത്രയും നടക്കത്തില്ല. ആ ചെരുപ്പിട്ടുണ്ടെന്ന് അത്രയും നടക്കത്തില്ല. ഇവളെന്നെ കാലം മുള്ളുണ്ടെന്ന് പറഞ്ഞേ. എനിക്കറിയാം ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നകത്തുണ്ട്. വാ എൻ്റെ പൊന്നു വാ. ആ ഒരു ചോട്ടി ചുമ്മാണി വന്നിറങ്ങിയപ്പോൾ എവിടെ ചോദിക്കാം ടി വി ശരിയായോ ഒന്ന്. അവളെന്നോട് ചോദിച്ചപ്പം അമ്മ വീട്ടിൽ ചെന്നിട്ട് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ നാളെ വരെ പറഞ്ഞോളാം. ഓക്കെ, പിന്നെ പറ്റത്തില്ല. ഏ ഒരു ഒറ്റ സെക്കൻഡേ. എന്നാ വരണ്ടായിരുന്നു? പാല് കൊണ്ടവിടെ കൊണ്ടു അമ്മച്ചോ. ഇവനെ ആരഴിച്ചു വിട്ടേ? അങ്ങോട്ട് വിടക്ക്. ഹലോ ദീ പൊന്നെ, എന്നാ ഇടയ്ക്ക് ഇവിടെ ഇല്ല കൂടെ ഒക്കെ നടക്ക്. ശ്യാമള രാവിലെ ശ്യാമളെ എന്നാ പൊന്നെ അമ്മയുടെ പൊന്നെ. ഇത്രയും നേരം വെളിയിൽ ഇറങ്ങാൻ മേലാത്ത ചൂട്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഇങ്ങനെ വേർത്തോണ്ടിരിക്കുക. ആരനെ? സിംബാനെയോ? ഞാൻ അവനെ തപ്പിയാ നടക്കുന്നത്. അവൻ എന്ത്? അമ്മേ, സിംബ എന്തിയേ? അവനെ അഴിച്ചു വിടലെന്ന് പറഞ്ഞില്ലേ? അവൻ പോകുന്ന. സിംബ എന്തിയേ? വേണ്ടോ വരുന്നുണ്ടോ? എൻ്റെ അമ്മോ, പോടാ പട്ടീന്ന് പട്ടീനെ വിളിച്ചതാണല്ലോ അല്ലേ? ആ എങ്ങ അങ്ങോട്ടൊന്നും പോയി, ഇങ്ങോട്ട് വാ. ഇങ്ങ വാ. ബാ ബാ ബാ. എവിടെയോ കണ്ടോ കയറി, ഇവിടെ എല്ലാം മണ്ണാ. മാറിക്കടാ, അടി തരും ഞങ്ങടാ. പോ ചുമ്മാ. പട്ടീനെ അങ്ങനെ അല്ല വിളിക്കുന്നേ, പപ്പീനാ വിളിക്കുന്നത്. നായെന്ന് വിളിക്കത്തില്ല. അടിക്ക് ഞാൻ ഇട്ടിച്ചിടും അവന്. പിന്നെ എനിക്ക് വയ്യ. എടാ ഇവിടെ വരാൻ. ഇങ്ങനെയുള്ള കുരുങ്ങിനടുത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുന്നേ. ആര് കുരുങ്ങത്തോണ്ടിട്ട്? പിന്നെ ഓ, അവൻ ഒരിത് അഴിച്ചു കേട്ടോ, ഒടിച്ചങ്ങോണ്ട് പോയെന്ന് തോന്നുന്നു. സിംബ അല്ല ഇങ്ങ വന്നേ. എന്റെ നേരെ ചാടാൻ വന്നു. നിന്നെ ഞാൻ എന്നെ ഇതെന്തോ ഇത് ഇവിടെയാണ് കെട്ടിയിരുന്നേ. നമ്മളൊക്കെ ഞാൻ ഓർത്ത് അമ്മ തുറന്നു വിട്ടതാണെന്ന്. അല്ല ഇപ്പൊ കുളിക്കുന്നില്ലേ? ഈ ഡ്രസ്സ് കൊറേ ദിവസമായില്ല ഇടാൻ തുടങ്ങിയിട്ട്. ഇന്നലെ വിഷു ചെന്നപ്പോ അവിടെ ഇത് തന്നെ ഇട്ടോണ്ടിരുന്നേ. വേറെ ഞാൻ എടുത്തില്ല. പാലൊന്നും അഴുക്കായി പോകത്തില്ല. ഓക്കെ, പേരയ്ക്ക ഇവിടെ ചുമ്മാ കിടന്ന് പോവുക, ആർക്കും വേണ്ട. ഇഷ്ടംപോലെ സാധനം നിലത്ത് വീണ് പോവുക വെറുതെ.
കുറേയൊക്കെ പറിച്ച് തിന്നും. ഫ്യൂസൊക്കെ കൂടെ അവിടെ ഇരിക്കണം. ഫ്യൂസ് വല്ലതും കിടപ്പുണ്ടോ? ഫ്യൂസിന്റെ പൈസ ഫ്യൂസോ? വലുതോ ചെറുതോ? വലുത് 42-ന്റെ. മശാരി മണ്ണ് വല്ലതും താഴും. ഞാനോട് വിളിച്ച് ഉണ്ടാക്കാൻ നമുക്ക് എടുത്ത് കൊടുക്കാം. തമിഴ്നാട്ടിൽ നല്ല പണിയുന്ന ആൾക്കാരുണ്ട്. അവിടെ കൊണ്ട് പണി എന്താ അപ്പ ഇങ്ങോട്ട് വരാതെ എവിടെ പോവാനാ? അപ്പ ശാമ്പുവിടെ ആണോന്ന് എനിക്കൊന്നും അറിയത്തില്ല. വെള്ളമൊക്കെ കാണൂടി പൈപ്പുള്ളുണ്ട്. എന്തോന്നാ ആണോ? ജയമ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും. ക്രീമി അമേസിങ്ങോ? ഓ യമ്മിയാണോ? എന്തിനാ നാണം? 2 പളം കൊടുത്തില്ല, ഒരെണ്ണമെങ്കിലും കയ്യിലുണ്ടല്ലോ അല്ലേ? കഴുത്ത കിടന്ന മാല എന്ത്? ഒരു കറുത്ത മാല ഉണ്ടായിരുന്നല്ലോ. തല നിറച്ച് നല്ല എണ്ണ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേണം എണ്ണ എപ്പോഴും നല്ല. ആ കൈ നോക്കിക്കോ, വീറിയിരിക്കുന്ന കണ്ടോ? മണ്ണുമാരിക്കളിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഒതുങ്ങിയിരുന്നു. ഇതാണ് മീര തയ്ച്ച സ്നൈറ്റി വിഷുവിന്. ഇരുട്ടത്ത് കൂടെ ആരാണ് ഈ വരുന്നത്? ഹെൽമെറ്റ് കൊണ്ടുപോയായിരുന്നോ? ഇന്നലെ അജയന് കൊടുത്തു. നടുക്ക് തന്നെ ഊരിടണം ചെരുപ്പേ. എന്നാലേ ഞങ്ങൾ അതിൽ കൊച്ചുള്ളതാണ് നോക്കണം, ഇവിടെ തട്ടി വീഴത്തുള്ളൂ. വരുന്നുണ്ട് ചെരുപ്പൊക്കെ ഇട്ട് ആറയോ താടി പിടിച്ചോന്ന്
എന്നാ താടി വെച്ചോന്നോ? ഇത് അജയൻ കൊണ്ടുപോയത് ആ എനിക്ക് തോന്നി അജയൻ അപ്പയുടെ കൂട്ടുകാരൻ കൂടെ ജോലി ചെയ്യുന്നേ. ആ നിക്കർ ശരിക്കും ഇട്ടെ, നന്നായി നിക്കർ നന്നായിട്ടിട്.